ഇന്ന് മാർച്ച് 17 സെയിൻറ്റ് പാട്രിക്സ് ഡേ. അയർലൻഡിലുള്ളവരൊക്കെ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ് കേട്ടോ ഇത്. നാട്ടിൽ നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കൂലേ, അതുപോലെ ഇവിടെ പല സ്ഥലങ്ങളിലും ഇത് വളരെ ആഘോഷമായി കൊണ്ടാടുന്ന ഒരു ദിവസമാണെങ്കിൽ കൂടി മറ്റു ചില സ്ഥലങ്ങളിൽ ഫാമിലിയുടെ കൂടെ പ്രാർത്ഥിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ അവരൊന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസമാണിത്. എനിക്ക് മനസ്സിലായത് വെച്ച് 5th സെഞ്ച്വറിയിൽ സെയിൻറ്റ് പാട്രിക് അയർലൻഡിൽ വന്ന ശേഷമാണ് ഇവിടെയുള്ളവരൊക്കെ ക്രിസ്ത്യൻസ് ആയത്. അതുകൊണ്ട് തന്നെ പണ്ടത് തികച്ചും റിലീജിയസ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. പിന്നെ സെയിൻറ്റ് പാട്രിക്കിനെ പറ്റി പറയപ്പെടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് സെയിൻറ്റ് പാട്രിക് വന്നിട്ടാണ് അയർലൻഡിലെ പാമ്പുകളെയൊക്കെ ഇല്ലാതാക്കിയതെന്ന്. അതുകൊണ്ടാണ് ഇവിടെ പാമ്പുകളും മറ്റ് ഇഴജന്തുക്കളും ഒന്നും ഇല്ലാത്തത് എന്നാണ് പറയപ്പെടുന്നത്. സെയിൻറ്റ് പാട്രിക്സ് ഡേ പ്രമാണിച്ച് ഇവിടെയുള്ളവർ വീടുകളും വഴികളും എന്തിനധികം കടകൾ വരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പരേഡ് നടക്കുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലേക്കുള്ള ബസ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്താനും അവിടെ നിന്ന് തിരിച്ച് ഈ പരേഡ് കാണാൻ ഇറങ്ങാനും ഒക്കെ ഒത്തിരി ലേറ്റായി. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന ശരത്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. എപ്പോൾ ഫോട്ടോയും വീഡിയോ എടുത്താലും ഞാൻ ഇവനോട് ഒന്നേ പറയാറുള്ളൂ, ഒന്ന് ചിരിക്കുമോ, ഒന്ന് ചിരിക്കുമോ. പിന്നെ അവൻ ആർക്കോ വേണ്ടി ഒന്ന് ചിരിച്ചു തരും. ദാ ഇതുപോലെ. ബസ്സൊക്കെ ദൂരെ എങ്ങോ നിർത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഇറങ്ങി നടക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പരേഡ് നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ ഓസ്റ്റിൻ തന്ന പെയിൻറ് വെച്ചിട്ട് ഫേസിൽ അയർലൻഡിൻ്റെ ഫ്ലാഗ് വരച്ചു. നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നതല്ലേ. പക്ഷേ അവൻ വരച്ചത് ഇന്ത്യൻ ഫ്ലാഗ് ആയിരുന്നു. ശരത്തിന് പിന്നെ ഫേസിൽ കലാപരിപാടികൾ ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വെറുതെ വിട്ടു. ഞാൻ കുറച്ച് കഴിഞ്ഞ പോസ്റ്റിൽ തന്ന സ്റ്റിക്കറും എടുത്ത് മുഖത്തൊട്ടിച്ചു. എങ്ങനെയുണ്ട്, കൊള്ളാവോ?
അവിടുന്ന് നടന്ന് ഇപ്പുറത്തേക്ക് എത്തിയപ്പോൾ അവിടെ കൂടെ പാസ് ചെയ്തു പോയ പരേഡ് ഇതുവഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ചു നേരം ഇവിടെ നിന്നും കണ്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോകാമെന്ന് ഓർത്തു. ഇന്ത്യൻ ഫ്ലാഗും വെച്ചുകൊണ്ടിരിക്കണ ഓസ്റ്റിനെ തംബ്നെയിലാക്കുമെന്നും പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ അവൻ ഞെട്ടി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ ഇനി കുക്ക് ചെയ്യാൻ എനർജി ഒന്നുമില്ല. പിന്നെന്താ, കുറച്ച് ഫുഡും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് ഓർത്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.